നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. CPM-നും ഇടതുപക്ഷത്തിനുമൊക്കെ അപ്രതീക്ഷിത ഞെട്ടൽ. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് ഈ മാസം 15-ാം തീയതി വരെ തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഇടുത്തി പോലെ ഇപ്പോൾ ഭരണകൂടത്തിനു മേൽ പതിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് ആഘോഷമായി തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ള പദ്ധതി അവർ വിഭാവനം ചെയ്തിരുന്നു. പൊടുന്നനെ എല്ലാം പൊളിഞ്ഞടുങ്ങി. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ആളിക്കത്തുന്ന വിഷയമായി രാഹുൽ ഉയർത്തി നിർത്തുകയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ മുന്നോടിയായി ഇന്നലെ മുഖ്യമന്ത്രി തന്നെ കളത്തിലിറങ്ങി. ഒരു ലൈംഗിക വൈകൃതക്കാരനാണ് രാഹുൽ മാങ്കൂട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിക്കുന്ന കാഴ്ച. ജില്ലാ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞതോടെ തൊട്ടടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിലേക്ക് പാഞ്ഞെത്തിയിരുന്നു രാഹുലിൻ്റെ അഭിഭാഷകൻ. രാഹുലിൻ്റെ അഭിഭാഷക സംഘത്തിന് തികഞ്ഞ ആത്മവിശ്വാസം തുടക്കം മുതൽ പ്രകടമായിരുന്നു. രാഹുലിൻ്റേത് ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്നാണ് രാഹുലിൻ്റെ അഭിഭാഷകർ തുടക്കം മുതൽ പറഞ്ഞത്. അതേ വാദം ഇത് ഹൈക്കോടതി അംഗീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. 5 ഘടകങ്ങളാണ് ഹൈക്കോടതി മുഖ്യമായി പരിശോധിച്ചത്. ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. 2ാം കേസിൽ ഇതുവരെ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. തുടക്കം മുതൽ നിയമ നടപടികൾക്ക് പരാതിക്കാരി ഒരുക്കമല്ല എന്ന വാർത്തയായിരുന്നു നമ്മൾ കേട്ടത്. ഊരും പേരുമില്ലാത്ത ഒരു പരാതി KPCC അധ്യക്ഷന് ലഭിക്കുന്നു. ഇത് പോലീസ് മേധാവിക്ക് കൈമാറുന്നു. തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ IPS പൂങ്കുഴലിയുടെ കീഴിൽ നിയോഗിച്ചത്. എന്നാൽ ഈ കേസ് ഇപ്പോൾ നിലവിൽ ഒരിടത്തും എത്തിയിട്ടില്ല. ആദ്യ കേസിൽ രാഹുലിന് ജാമ്യം ലഭിക്കുമ്പോൾ ഒട്ടനവധി വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിയമമാണ് ഇവിടെ പ്രധാനം. സദാചാരവും ധാർമ്മികതയുമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് ഹൈക്കോടതിയുടെ നിയമപരിശോധനയാണ്. അവിടെയാണ് ഉഭയകക്ഷി സമ്മതമെന്ന രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാദം ഭാഗികമായി അംഗീകരിക്കപ്പെടുന്നത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന നിലപാടാണ് ഹൈക്കോടതിയിലും രാഹുൽ മാങ്കൂട്ടം സ്വീകരിച്ചത്. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്. രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ഇപ്പോൾ ഭരണകൂടം ശ്രമിക്കുന്നത്. പോലീസ് അന്യായമായി തന്നെ വേട്ടയാടുന്നു, പീഡിപ്പിക്കുന്നു എന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ രാഹുൽ കൃത്യമായി അവതരിപ്പിച്ചപ്പോൾ അത് ഹൈക്കോടതിക്കും ബോധ്യമായി. ആദ്യ ഘടകം ഉഭയകക്ഷി സമ്മതം എന്ന രാഹുലിൻ്റെ വാദം ഭാഗികമായി അംഗീകരിക്കുന്ന കോടതിയുടെ നിലപാട്. 2ാം ഘടകം ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ് എന്ന് കൃത്യമായി കോടതിയെ ധരിപ്പിക്കാൻ രാഹുലിൻ്റെ അഭിഭാഷകന് കഴിഞ്ഞു. ഈ പരാതി പോലീസ് സ്റ്റേഷനിലോ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിലോ അല്ല സമർപ്പിച്ചത്, പകരം മുഖ്യമന്ത്രിയുടെ അടുക്കലാണ്. വാർത്താ പ്രാധാന്യം കൈവരിക, രാഷ്ട്രീയത്തിൽ തൻ്റെ സ്ഥാനം ചവിട്ടിത്തേക്കുക, ഇങ്ങനെ കരുതിക്കൂട്ടി ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ പരാതി എന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ വാദിച്ചു. ജില്ലാ സെഷൻസ് കോടതിയുടെ കണ്ടെത്തലുകൾ ഹൈക്കോടതിക്ക് മുൻപിൽ എടുത്തു ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ വാദിച്ചത്. ഹൈക്കോടതി രാഷ്ട്രീയ ഗൂഢാലോചന എന്ന രാഹുലിൻ്റെ അഭിഭാഷകന്റെ വാദത്തോട് അങ്ങനെ ഭാഗികമായി യോജിക്കുന്നു. പരാതിക്കാരിയുമായി രാഹുൽ ദീർഘകാലം അടുപ്പത്തിലായിരുന്നു എന്ന രാഹുലിൻ്റെ അഭിഭാഷകന്റെ വാദം. സ്വകാര്യ സംഭാഷണങ്ങളുടെ വോയിസ് ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നതോടെ പുറത്തുവിട്ടത് രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് യുവതി തെറ്റിദ്ധരിച്ചു. അതായിരുന്നു യുവതി രാഹുലുമായി അത്രയേറെ അകലാനുണ്ടായ കാരണം. സ്വകാര്യ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വരുന്നത് വരെ രാഹുലും യുവതിയും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു എന്ന രാഹുലിൻ്റെ അഭിഭാഷകന്റെ വാദം. അതിലപ്പുറം ഇരുവരും തമ്മിലുള്ള സൗഹൃദം ഉറപ്പിക്കുന്ന ചില തെളിവുകൾ കോടതിക്ക് മുൻപാകെ രാഹുലിൻ്റെ അഭിഭാഷകൻ കാട്ടി. ഇതും രാഹുലിന് അനുകൂല ഘടകമായി മാറി. പരാതിക്കാരി വിവാഹിതയായിരുന്നുവെന്നും പിന്നീട് ഭർത്താവുമായി മാനസികമായി അകന്നു കഴിയുകയായിരുന്നു എന്നും ഇരുവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വോയിസ് ക്ലിപ്പുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട പരാതി ഇപ്പോൾ ഉന്നയിക്കേണ്ടതില്ല എന്നാണ് രണ്ടുപേരും തീരുമാനിച്ചത്. പിന്നീട് യുവതിയെ ചിലർ ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചുവെന്ന രാഹുലിൻ്റെ അഭിഭാഷകന്റെ വാദം. താനൊരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് മാധ്യമങ്ങൾ വ്യാപക പ്രചരണം നൽകി, തന്നെ വലിയ തോതിൽ സ്വഭാവഹത്യ നടത്തി. യുവതി ഇതൊക്കെ കേട്ട് തെറ്റിദ്ധരിച്ചുവെന്നാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദമുയർത്തിയത്. രാഹുലിനെ യുവതി തെറ്റിദ്ധരിച്ചു എന്ന രാഹുലിൻ്റെ അഭിഭാഷകന്റെ വാദവും കോടതി ഒരുപക്ഷെ ഭാഗികമായി കണക്കിലെടുത്തിരിക്കാം. 3ാം ഘടകം ഇതുതന്നെയാണ്. രാഹുലിനെ പരാതിക്കാരി തെറ്റിദ്ധരിച്ചിരിക്കാം. രാഹുലിൻ്റെ എതിർപക്ഷത്തുള്ളവർ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്തു എന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു.
ഏറെ സുപ്രധാനമായ ചില ചാറ്റുകളും വാട്സാപ്പ് രേഖകളുമൊക്കെ കോടതിക്ക് മുൻപിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ ഹാജരാക്കിയതോടെ കോടതിക്ക് ഇരുവരും തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇത്തരമൊരു ബന്ധം നിലനിന്നിരുന്നത് എന്നേറെക്കുറെ ബോധ്യമായി. ഇതോടെയാവാം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഭാഗികമായി തടഞ്ഞുകൊണ്ടുള്ള കോടതിയുടെ നിലപാട്. യുവതിയും താനും തമ്മിലുള്ള ബന്ധത്തിന്റെ പൂർണ്ണ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും യുവതിയും താനും തമ്മിലുള്ള സംഭാഷണങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ഫോണിൽ നിന്ന് റിട്രീവ് ചെയ്തെടുത്ത് കോടതിക്ക് മുൻപിൽ ഹാജരാക്കാമെന്നും ഈ രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കോടതി കാര്യങ്ങൾ മനസ്സിലാക്കി തന്റെ കാര്യത്തിൽ അനുകൂല നിലപാടെടുക്കണമെന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചത്. ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കൂടുതൽ തെളിവുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കി. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഭാഗികമായി തടയാനുള്ള നാലാമത്തെ കാരണം. യുവതി സ്വമേധയാ ഗർഭഛിദ്രത്തിന് സമ്മതിക്കുകയായിരുന്നുവെന്നും അതിനുവേണ്ട മരുന്നുകൾ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും രാഹുലിന്റെ അഭിഭാഷകൻ രാഹുലിന് വേണ്ടി കോടതിയെ അറിയിച്ചു. യുവതി ഈ മരുന്നുകൾക്ക് വേണ്ടി തനിക്കയച്ച മെസ്സേജുകളുടെ പൂർണ്ണരൂപം കോടതിയിൽ ഹാജരാക്കാമെന്നാണ് രാഹുൽ വാദിച്ചത്. മരുന്നുമായി ചെല്ലുന്ന സുഹൃത്തിന് ഗൂഗിൾ ലൊക്കേഷൻ ഉൾപ്പെടെ യുവതി അയച്ചു കൊടുത്തു. വിവാഹിതയായ ഒരു യുവതിയെ എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കും എന്ന രാഹുലിന്റെ അഭിഭാഷകന്റെ ചോദ്യവും കോടതിയേറെ ശ്രദ്ധയോടെ കേട്ടു. ചുരുക്കത്തിൽ നാലാം ഘടകവും കോടതി രാഹുലിനൊരു ചെറിയ സംശയത്തിന്റെ ആനുകൂല്യം കൊടുത്തിട്ടുണ്ടാവാം. ഗർഭഛിദ്ര കുറ്റത്തിനാണ് മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളിയതെങ്കിൽ ഹൈക്കോടതി ഈ വിഷയവും പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് കണക്കിലെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് പോലീസ് അന്വേഷണ സംഘത്തോട് കേസ് ഡയറിയും മുഴുവൻ രേഖകളും ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. രാഹുൽ നഗ്നചിത്രങ്ങൾ കാട്ടി തന്നെ ഭയപ്പെടുത്തിയെന്നും ബലാത്സംഗം ചെയ്തുവെന്നുമുള്ള യുവതിയുടെ പരാതി. എന്നാൽ പിന്നീട് യുവതി തന്നെ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരുന്നു. രാഹുൽ തൻ്റെ ഫ്ളാറ്റിലെത്തി താൻ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഫ്ളാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ ഒരാൾ തൻ്റെ ഫ്ളാറ്റിലെത്തി ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് മനസ്സലിഞ്ഞു പോകുമോ എന്ന് രാഹുൽ അഭിഭാഷകന്റെ ചോദ്യം. ഗർഭിണിയായതിന് പിന്നാലെ കടുത്ത മാനസിക സമ്മർദ്ദം യുവതി അനുഭവിച്ചിരുന്നുവെന്നാണ് പോലീസിന്റെ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഫലത്തിൽ ഇതും രാഹുലിന് അനുകൂലമായി. അഞ്ചാം ഘടകമായി കോടതി കണക്കുകൂട്ടിയത് ഇത്തരം കാര്യങ്ങളാണ്. ചുരുക്കത്തിൽ രാഹുലിന്റെ അഭിഭാഷകന്റെ ഓരോ വാദവും മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി സുപ്രധാനമായ ചില വിധി പ്രസ്താവവും ഒപ്പം നിരീക്ഷണവും നടത്തിയിരിക്കുന്നത്. വിധിയുടെ പൂർണ്ണരൂപം വരും മണിക്കൂറുകളിൽ പുറത്തു വരുമ്പോൾ അത് കേരളത്തിൽ വലിയ ഉച്ചത്തിൽ ചർച്ചയാകും. രാഹുലിനെതിരെ അക്ഷരാർത്ഥത്തിൽ ഭരണകൂടം പദ്ധതിയിട്ടത് അതിഭയാനകമായ വേട്ടയായിരുന്നു. കേരളത്തിൻ്റെ പോലീസ് സംഘത്തെ മുഴുവൻ കുത്തിയിളക്കി തമിഴ്നാടും കർണാടകയുമൊക്കെ അരിച്ചു പെറുക്കി പണ്ട് വീരപ്പൻ വേട്ട എന്ന് പറഞ്ഞതുപോലെയുള്ള രാഹുൽ വേട്ട ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. എന്നാൽ അതിസാഹസികമായി പോലീസിന് പിടികൊടുക്കാതെ വഴുതിമാറിയ രാഹുൽ ഒടുവിൽ ഹൈക്കോടതിയിൽ വിജയിച്ചു കയറുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ. രാഹുലിന് മുന്നിൽ ഈ ഒരൊറ്റ പോംവഴി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കേരള പോലീസിന് പിടികൊടുത്താൽ ഒരുപക്ഷെ രാഹുലിനെ അക്ഷരാർത്ഥത്തിൽ അവർ തീർത്തേനെ എന്ന് രാഹുൽ ടീം ഭയപ്പെട്ടിരുന്നു. സമൂഹ മാധ്യമങ്ങളടക്കം രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഹൈക്കോടതിയിലേക്ക് ചെന്ന് അനുകൂല വിധി നേടിയെടുക്കാനായിരുന്നു. ഒളിവിലിരുന്നു കൊണ്ട് തന്നെ തൻ്റെ പോരാട്ടം തുടരുന്നതിൽ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു. ആദ്യവസാനം രാഹുലിന് വേണ്ടി നിലകൊണ്ടത് ജോർജ് പൂന്തോട്ടം, എസ് രാജീവ്, ശാസ്തമംഗലം അജിത് തുടങ്ങിയ പ്രഗത്ഭ അഭിഭാഷകരുടെ സംരക്ഷണ വലയമായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ഭയപ്പെട്ട് പിന്നോട്ട് മാറിയപ്പോൾ ഈ അഭിഭാഷകർ രാഹുലിനൊപ്പം കട്ടയ്ക്ക് നിന്നു. നിയമപ്രകാരം ഭയക്കേണ്ടതില്ലെന്നും നിയമം രാഹുലിന് അനുകൂലമാണെന്നും അവർ ഓർമ്മപ്പെടുത്തി. വിവാഹിതയായ ഒരു യുവതി സ്വമേധയാ ഒരു സൗഹൃദത്തിലേക്കും പിന്നീട് റൊമാൻസിലേക്കും അതിലുമപ്പുറം ലൈംഗിക ബന്ധത്തിലേക്കും കടന്നുവെങ്കിൽ ഒരാൾ മാത്രം എങ്ങനെ തെറ്റുകാരനാകും എന്ന ചോദ്യമാണ് നിയമ സംവിധാനത്തിന് മുന്നിൽ അതിശക്തമായ അഭിഭാഷകർ ഉയർത്തിയത്. ഇതേ ചോദ്യം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പലരും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയിരുന്നു. ഈ കേസിന്റെ തുടക്കം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഘടകവും ഇതുതന്നെയാണ്. ഒടുവിലിത ഹൈക്കോടതിയിൽ നിന്ന് പൂർണ്ണ വിജയം നേടിയില്ല എങ്കിലും ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. അതുതന്നെയാണ് ഈ വിധിയുടെ പിന്നാമ്പുറ സത്യങ്ങളും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.